പാത്രങ്ങൾ കിടന്ന് ഉണങ്ങണണ്ടില്ലേ? ഇത് ഉണങ്ങുന്നതിന് കഴിയിക്കണം നിനക്ക് അറിഞ്ഞൂടെ? ഓ കണ്ടതല്ലേ ഇതേ ഞാൻ കഴിച്ച പാത്രമൊന്നുമല്ല, നിങ്ങളെ പുന്നാര മോളുണ്ടല്ലോ അവൾ കഴിച്ച പാത്രം, വേണമെങ്കിൽ അവളെ കൂടെ കഴിപ്പിക്കും. പിന്നോണ്ടല്ലോ ഈ എടി പൊടി എന്നുള്ള സംസാരം എന്റെ അടുത്ത് വേണ്ട. എനിക്കൊരു പേരുണ്ട്, അതറിയില്ലേ? പറ്റുണ്ട് എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. കൂടുതൽ വിളച്ചെടുക്കല്ലേ എന്റെ അടുത്ത്. ഇപ്പൊ അവള് നമ്മൾ എന്തു പറഞ്ഞാലും നമ്മളോട് തറുതല പറയും. എന്തുകൊണ്ടാ? അവക്കിവിടെ ആരെയും പേടിക്കാനില്ലല്ലോ. പക്ഷെ അവൻ വന്നാലോ, ഞാൻ എന്ത് പറഞ്ഞാലും അവള് മിണ്ടാതെ അത് ചെയ്യും. അമ്മ കരുതുമ്പോൾ അത് അത്ര ഈസി അല്ല. അവള് പഠിച്ച കഴിയാ. പോരാത്തതിന് ഏട്ടൻ അവളെ ഭയങ്കര വിശ്വാസമാണ്. അതൊന്നും നടക്കൂല. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. എടി അമ്മ കിടന്നോ? അമ്മ കിടന്നു. സിന്ധു, നാളെ രാവിലത്തേക്കുള്ള ഇഡലിക്ക് അരിയോടെ ഞാൻ വെള്ളത്തി ഇട്ടിട്ടുണ്ട്. പോയി ആ ഗ്രൈൻഡറിൽ നല്ലവണ്ണം അരച്ച് മാവാക്കി വെക്കേ. ഇപ്പൊ ഈ സമയത്ത് തന്നെ ചെയ്യണോ? ഇപ്പോഴല്ലാതെ പോയി അരച്ച് വെക്കേ. അതുകൊണ്ടല്ലോ നാളെ കാലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് അമ്മ അരി ഉഴുന്ന് വെള്ളത്തിട്ടിട്ടുണ്ട്. അമ്മ പറയുന്നു അമ്മ അരച്ചോളാം. ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാന്ന്. പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, അമ്മയ്ക്ക് എന്നെ ചെയ്യണമെന്ന്. ഈ അമ്മേ അല്ല പോലെ എടി അമ്മ ചെയ്യാന്ന് പറഞ്ഞല്ലേ, അമ്മ ചെയ്തോളും. അമ്മയ്ക്ക് ഉഴുന്ന് അരയ്ക്കാൻ കൊതിയായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അല്ല അമ്മേ, വാ നമുക്ക് പോയിട്ട് കിടക്കാം. വന്നേ വേഗം നടക്ക്.